ഇന്നല്ലാത്ര നല്ല മഴയായിരുന്നു. ഇനി അതിൻ്റെ ആണോ എന്നറിയില്ല. ഇവിടെ മുഴുവൻ ആണോ പെബിൾസ് ചെതിരി കിടക്കുന്നു. ഈ ചെടി മറിഞ്ഞ് കിടക്കുമായിരുന്നു. നമുക്ക് ഓല കിട്ടി. തിരക്കുണ്ട്. ഞങ്ങൾ തിരക്ക് കാണണമെങ്കിൽ ഇപ്പം നോക്കണം. ഇവിടെ മുഴുവൻ വണ്ടിയും തിരക്കുമാണ്. ആൾക്കാരല്ല, വണ്ടി തിരക്കും. ഇതാണ് ശരിക്കുള്ള ആഘോഷപരമായ ദീപാവലി ഓശാനയുടെ. ഹായ്. അപ്പോൾ ഇന്ന് തൊട്ട് അങ്ങോട്ട് വിശുദ്ധവാരം തുടങ്ങുകയാണ് അല്ലേ. ഇനിയിപ്പോൾ ഓശാന ഞായറാണ്. ഇനി പെസഹ, വേഴം, ദുഃഖവെള്ളി ഇതൊക്കെ ഉണ്ട്. ആദ്യമായിട്ട് ആരുമില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പള്ളിയിൽ പോവാം. ഒറ്റയ്ക്ക് പള്ളിയിൽ പോകാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് വിശുദ്ധവാരത്തിൽ അച്ഛനും അമ്മയും ഒന്നും ഇല്ലാതെ ആദ്യമായിട്ട് ഞാൻ പള്ളിയിൽ പോകാൻ പോവാണ് എന്ന്. കാരണം അമ്മയ്ക്കിപ്പോൾ വയ്യാതിരിക്കുന്നതുകൊണ്ട് പള്ളി വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒറ്റയ്ക്ക് വേണം പോകാൻ. ഈ ഒരു വിശുദ്ധവാരം മുഴുവൻ അങ്ങനെ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നറിയില്ല, നോക്കാം. ദുഃഖവെള്ളിക്കും പെസഹ എഴുതാനൊന്നും കുഴപ്പമില്ല. ഇന്നിപ്പം ഓശാന ഞായറല്ലേ, കുരുത്തോലയൊക്കെ ഒറ്റയ്ക്ക് പോയി വാങ്ങണം. നമ്മുടെ പള്ളിയും നമ്മുടെ പരിസരവും പകൽ സമയമൊക്കെ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കോൺഫിഡൻ്റാണ്. പിന്നെ പറഞ്ഞതാണ്, ഫസ്റ്റ് ടൈമാണ് ഒറ്റയ്ക്കെന്ന്. എനിവേ നമുക്ക് നോക്കാം. ഇപ്പോൾ സമയം 4:45. 5:15 വണ്ടി പ്രീ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഊബർ ആപ്പിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് പല എതിർപ്പുകളും ഉണ്ടെങ്കിലും പ്രീ ബുക്ക് ചെയ്യാനിപ്പോൾ നിലവിൽ ഊബറിലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൽ പ്രീ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വണ്ടി വരുമ്പോൾ നമുക്ക് കാണാം. അതിൽ പൂട്ടിട്ട് നമ്മൾ പോവാം. സാധാരണ ഇതിൽ അമ്മയാണ് എന്നെ ഇട്ടിട്ട് പൂട്ടി പോവാറ്. ഇന്നിപ്പം ഞാനാ എന്താല്ലേ പൂട്ടുള്ള ആവശ്യമില്ല. അങ്ങനെ ഗേറ്റ് പൂട്ടിയത്. നേരത്തെ 5:10 പക്ഷേ ഇച്ചിരി നേരത്തെ പോകുന്നത് നല്ലത്. കാരണം ഇങ്ങനത്തെ ഒരു ദിവസമായതുകൊണ്ട് ചിലപ്പോൾ പള്ളിയിൽ സീറ്റ് കിട്ടാനൊക്കെ ചാൻസ് കുറവായിരിക്കും. നമ്മളങ്ങനെ പള്ളിയിലെത്തിയിട്ടുണ്ട്. ഫുള്ളാണ്. ബെഞ്ച് തന്നെ സ്ഥലമില്ല. കസേരയിരിക്കാം. കുറച്ചും കൂടെ നേരത്തെ വന്നാൽ ബെഞ്ചിലിരിക്കുമായിരുന്നു. അങ്ങനെ കുർബാന കഴിഞ്ഞു. ഇനിയിപ്പം ഓല മേടിക്കാൻ വേണ്ടി പോവാം. ബാക്കിലെ ഹോളി 6:30 ശരിക്കുള്ള ആഘോഷപരമായ കുർബാന. അപ്പോൾ അതിൻ്റെ ആൾക്കാരും 5:30 കുർബാന കഴിഞ്ഞവരെല്ലാവരും ഉണ്ട്. ഇത്ര തിരക്ക്. നമുക്ക് ഓല കിട്ടി. തിരക്കുണ്ട്. ഞങ്ങൾ തിരക്ക് കാണണമെങ്കിൽ ഇപ്പം നോക്കണം. ഇവിടെ മുഴുവൻ വണ്ടിയും തിരക്കുമാണ്. ആൾക്കാരല്ല, വണ്ടി തിരക്കും. ഇതാണ് ശരിക്കുള്ള ആഘോഷപരമായ ദീപാവലി ഓശാനയുടെ. പക്ഷെ നമ്മൾ നേരത്തെ വന്ന് കുർബാന കണ്ടതാ. 5:30 കുർബാന. അമ്മ വന്നിട്ടില്ല. അമ്മയ്ക്കുള്ള ഓലയും മറ്റേ തന്നു എടുത്തിട്ട് ചുമ്മാ പറഞ്ഞതാ. ആ തിരക്കിനിടയ്ക്ക് എന്ത് തിരക്കുമായിരുന്നു. ആ തിരക്കിനിടയ്ക്ക് ആ അച്ഛനെടുത്ത് തന്നപ്പോൾ 2 എണ്ണമായിപ്പോയി. പക്ഷെ നന്നായി. അതുകൊണ്ടെന്താ, അമ്മയ്ക്കും കൂടെ ഉള്ളത് കൊടുക്കാൻ പറ്റിപ്പോയി. വീട്ടിലെത്തി. ഇന്ന് ഉറങ്ങണം. എനിക്കാണെങ്കിൽ രാവിലെ എഴുന്നേക്കുന്നത് ഇത്രയും ദേഷ്യം വേറൊന്നുമില്ല. പക്ഷേ ഈ 6 മണിക്കൊക്കെ പോയി ഇങ്ങനെ പെട്ടുപോകും. കാരണം ഭയങ്കര തിരക്കാണ്. നമ്മൾ വിചാരിക്കുന്നത് ഞാൻ കാണിച്ചു തന്നില്ലേ. അതുകൊണ്ട് ഈ സമയത്തൊക്കെ തന്നെ നന്നായി. എന്തായാലും ഞാൻ ഗേറ്റൊക്കെ തുറന്ന് അകത്ത് കയറണം. അമ്മ എണീറ്റ് കാണാൻ വഴിയില്ല, ഉറങ്ങുമായിരിക്കും. അപ്പം നേരത്തെ എൻ്റെ വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഗേറ്റ് തുറന്ന് അകത്ത് കയറിയപ്പോൾ തന്നെ കാണുന്നൊരു സാധനം കണ്ടു. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അത് എൻ്റെ ജീവിയുടെ വിശിഷ്ടമായിട്ടാണോ ആർക്കറിയാം എന്താണ്. പേപ്പറല്ല, എന്താണോന്ന് ആർക്കറിയാം. ഇന്നല്ലാത്ര നല്ല മഴയായിരുന്നു. ഇനി അതിൻ്റെ ആണോ എന്നറിയില്ല. ഇവിടെ മുഴുവൻ ആണോ പെബിൾസ് ചെതിരി കിടക്കുന്നു. ഈ ചെടി മറിഞ്ഞ് കിടക്കുമായിരുന്നു.
അറിയില്ല. ഈ ചെടിയുടെ ഇത് മുഴുവൻ താഴെ കിടക്കുമായിരുന്നു. ആ ആയിരുന്നു. അത് അവിടെ എന്താ ഗേറ്റിൻ്റെ അവിടെ എന്നാ നോക്കി. ആ ഗേറ്റിൻ്റെ അവിടെ എന്നാ നോക്കി. അതാ അവിടെ അതാ ആ പുറത്ത് അകത്ത്. അതാ ഞാൻ ചോദിച്ചത്, എന്താ അവിടെ വല്ല ഭൂകമ്പം നടന്നോ? ഞാൻ രാവിലെ കണ്ടില്ല, ഇപ്പോൾ വന്നപ്പോഴാണ് കാണുന്നത്. ആ ഗേറ്റിൻ്റെ അവിടെ തന്നെ അമ്മ കിടക്കുന്നത്. അവിടെ എന്നാ പൈപ്പിൻ്റെ ഉള്ളിൽ നിന്ന് പൈസ പൈപ്പിൻ്റെ ഉള്ളിൽ നിന്ന് വന്നാണോ? ഞാൻ വിചാരിച്ചു ജീവിയുടെ അവശിഷ്ടമാണ്. എന്നാൽ ശരി ചേച്ചി, എന്നാൽ കാണാം. ഓ കൈയൊന്നും കാണണ്ടേ, ക്യാനറ്റൊന്നും ഇല്ലാതെ കൈയൊന്നും. ഐസ് പാക്ക് വെക്കണം കേട്ടോ അവിടെ. അയ്യോ പാവം. അപ്പം അങ്ങനെ അമ്മയുടെ ഇഞ്ചക്ഷൻ കഴിഞ്ഞു. ഇന്ന് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ കാണാം. ചേട്ടാ, ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് അമ്മേനെ അധികം ഉൾപ്പെടുത്താൻ പറ്റിയില്ല. കാരണം ഇപ്പം നല്ല ഇഞ്ചക്ഷനൊക്കെ വെക്കുന്നതിൻ്റെയൊക്കെ അസ്വസ്ഥതയും ഒരു ക്ഷീണമായിരുന്നു പുള്ളിക്കാരിക്ക്. ഇനിയിപ്പോൾ നാളെ മുതൽ അമ്മേനെ ആക്റ്റീവായിട്ട് വീഡിയോയിൽ കാണും കേട്ടോ.